ബുക്ക് ഷെൽഫ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നല്ല പുസ്തകങ്ങളെ അവതരിപ്പിക്കുകയും നല്ല വായനക്കാരുമായി സംവദിക്കുകയും ചെയ്യുന്നതാണല്ലോ ഈ പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം. ഹൃദയത്തോട് ചേർത്ത് വെച്ച് വായിക്കുന്നവരും അക്ഷരങ്ങളിലൂടെ ആഴത്തിൽ സഞ്ചരിക്കുന്നവരും എഴുത്തുകാരുമായി നിരന്തരം സംവാദത്തിൽ ഏർപ്പെടുന്നവരുമായ നല്ല ഒരു സഹൃദയ വലയം നമ്മുടെ കാഴ്ചക്കാരിലുണ്ട് എന്നുള്ളത് സന്തോഷത്തോടെ ഓർക്കുകയും ബുക്ക് ഷെൽഫ് എന്ന ഈ പ്രോഗ്രാമിൽ എനിക്ക് അവസരം ലഭിച്ചതിലുള്ള കടപ്പാട് രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. നിങ്ങളുടെ സമയത്തിന് പ്രത്യേകം സന്തോഷം രേഖപ്പെടുത്തട്ടെ. ഒരു പുസ്തകം അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഭാഷണത്തിൻ്റെ ഉദ്ദേശ്യം. ആധുനിക കാലത്തെ ചികിത്സയും ചികിത്സാരീതിയും ആരോഗ്യവും പ്രധാന വിഷയങ്ങളാണ്. വെൽനസ്, ഹെൽത്ത്, അത് നമ്മെ സംബന്ധിച്ച് ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളെ സംബന്ധിച്ചും പ്രധാനമാണ്. മേ ബി ഈ ഒരു കാലഘട്ടത്തിൻ്റെ വലിയ പ്രത്യേകതയാണ് ഹെൽത്ത്, ഹീലിംഗ്, വെൽനസ് എന്നീ വാക്കുകൾ. എന്നാൽ എന്തുകൊണ്ടാണ് നാം രോഗികളാവുന്നത് എന്നുള്ളത് പലരും പഠിക്കുന്ന വിഷയം കൂടെയാണ്. രോഗത്തിന് കേവലമായ ശരീരശാസ്ത്രപരമായ കാരണമേ ഉള്ളൂ, വെദർ സിക്നസ് ഈസ് ഓൺലി ഫിസിയോളജിക്കൽ, അതോ അല്പം കൂടെ മുന്നോട്ട് പോകണമോ? അങ്ങനെ രോഗത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും ആഴത്തിലുള്ള ഒരു പഠനമാണ് ഈ പുസ്തകം നൽകുന്നത്. ഗാബർമെയ്റ്റ് ഒരു മെഡിക്കൽ ഡോക്ടറാണ്. ഗാബർമെയ്റ്റ് എഴുതിയിരിക്കുന്ന ഈ പുസ്തകത്തിന് കൊടുത്തിരിക്കുന്ന തലക്കെട്ട് ദ മിത്ത് ഓഫ് ദി നോർമൽ എന്നുള്ളതാണ്. മിത്ത് ഓഫ് ദി നോർമൽ എന്താണ്? കണ്ടംപററി സൊസൈറ്റിയുടെ സ്റ്റാൻഡേർഡ് എക്സ്പെക്റ്റേഷൻ ഓഫ് ഹെൽത്ത്, അതിൻ്റെ ഹീലിംഗ് സിസ്റ്റം, അതിനെയാണ് നമ്മുടെ മുന്നിൽ വരച്ചു കാട്ടുന്നത്. ഈ പുസ്തകത്തിൻ്റെ രചന സവിശേഷമാണ്. ഗാബർമെയ്റ്റും മകൻ ഡാനിയൽ മേറ്റും ചേർന്നാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഫിക്ഷൻ പോലെ നമുക്കിത് വായിക്കാം. ഗാബർമെയ്റ്റ് ഓൺലൈൻ മാധ്യമങ്ങൾ വഴി നമ്മുടെ ഇടയ്ക്ക് സുപരിചിതനാണ്. ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിനകത്തെ ഡേഞ്ചറുകൾ ആഴത്തിൽ നമ്മെ പഠിപ്പിക്കുന്ന ആളാണ്. എന്നാൽ ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത മകനും അപ്പനും ചേർന്ന് എഴുതിയത് ആയതുകൊണ്ട് വളരെ ലൂസിഡായ ഒരു ഭാഷയാണ് ഉള്ളത്. എളുപ്പമെന്ന് വായിക്കാവുന്നതാണ്. 33 അധ്യായങ്ങൾ, 500 പേജുകൾ, 42 റെഫറൻസ് പുറങ്ങൾ. ഇതാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു ഉള്ളടക്കം. ഈ പുസ്തകം ഒരു നോവൽ പോലെ വായിക്കാം. ഈ പുസ്തകത്തിൻ്റെ പ്രധാന സോഴ്സ് എന്ന് പറയുന്നത് മെഡിക്കൽ ജേണലുകളും മെഡിക്കൽ ഇൻ്റർവ്യൂകളുമാണ്. 30 വർഷമായി ഒരു മെഡിക്കൽ ഡോക്ടറായിട്ട് ഹീലറായി പ്രാക്ടീസ് ചെയ്യുന്ന ഗാബർമെയ്റ്റ് എന്താണ് രോഗത്തിൻ്റെ പ്രധാന കാരണങ്ങളെന്ന് തിരിച്ചറിയുകയാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ കണ്ടംപററി കൾച്ചർ ടോക്സിക്കാണ്. ടോക്സിക്കായ ഈ കൾച്ചറാണ് സിക്നെസ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഡയഗ്നോസിസ് കേവലമായി ശരീരത്തെ മാത്രം പോരാ, സാമൂഹ്യ ശരീരത്തെ കൂടെ അനലൈസ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതിന് ഗവൺമെൻറ് പ്രധാനമായി എടുക്കുന്നത് ഡിപ്രഷൻ, അത്തരം അസുഖങ്ങളെയാണ്, ഫ്രസ്ട്രേഷൻസ്, ഇവയാണ്. കുറച്ചുകൂടെ മുന്നോട്ട് പോകുന്നുണ്ട്. നാം സാധാരണയായി കേൾക്കാറുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്, മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് പോലെയുള്ള ഡിസീസസ്, വിഷൻ ബൈപ്പോളാരിറ്റി, ഇവയൊക്കെ തന്നെ സോഷ്യൽ സിറ്റുവേഷനുമായി ബന്ധപ്പെട്ടതാണ് എന്ന് നാം തിരിച്ചറിയുകയാണ്. എപ്പിജെനറ്റിക്സ് എന്ന് പറയുന്ന പുതിയൊരു മേഖല അദ്ദേഹം നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ഇസ്താൻബുളുകാരി ഒരു ആൾ തൻ്റെ കൊച്ചിലത്തെ ടെൻഷൻ നൽകിയ ഒരാളെ കാണുമ്പോൾ കണ്ണിന് ഡബിൾ വിഷൻ ഉണ്ടാവുന്നതും മടങ്ങി മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ അവരുടെ വിഷൻ നോർമലാകുന്നതും ഒക്കെ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ട്രോമ ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം എ സോഷ്യൽ സിസ്റ്റം ആൻഡ് സോഷ്യൽ സിസ്റ്റം റീപ്രൊഡ്യൂസസ് ട്രോമ. ഒരു വ്യക്തിയെ പഠിക്കുന്നതിലും അവരുടെ സിക്നെസ്സിലെ പഠിക്കുന്നതിലും ട്രോമ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഈ പുസ്തകം തെളിയിക്കുന്നു. ഒരു പക്ഷേ ട്രോമ കൗൺസിലേഴ്സിന് ഇതൊരു കാറ്റലോഗാണ് എന്ന് ഞാൻ തീർച്ചയായും പറയും. നമുക്കറിയാവുന്ന ഇംഗ്ലീഷ് എഴുത്തുകാരിയായ സൂസൻ സൊൻഡാഗ് സിക്നെസ് ആസ് എ മെറ്റഫർ, ഇൽനെസ് ആസ് എ മെറ്റഫർ എന്ന ലേഖനങ്ങൾ എഴുതിയിട്ടുള്ള സൂസൻ സൊൻഡാഗ്
ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു എന്ന് നാം വായിച്ചിട്ടുണ്ട്. സൂസൻ സൊണ്ടാഗിൻ്റെ ട്രോമ എക്സ്പീരിയൻസ് അതുമായി ബന്ധപ്പെട്ടതാണെന്ന് അദ്ദേഹം എഴുതുമ്പോൾ നമ്മൾ അമ്പരന്ന് പോകുന്നുണ്ട്. അതുകൊണ്ട് ചില പേജുകളിൽ ചോംസ്കിയെ പോലുള്ളവരുമായ കോൺവെർസേഷൻ കൊടുത്തിട്ടുണ്ട്, ചില പേജുകളിൽ രസകരമായ ചില കഥകൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ട്രോമയെ ഒരു സോഷ്യൽ റിയാലിറ്റിയായി വളരെ ക്രമമായി അദ്ദേഹം അവതരിപ്പിക്കുകയാണ്. എന്നാൽ ഒരു അനാലിസിസ് മാത്രമല്ല, അദ്ദേഹം ഒരു ഹീലർ എന്നുള്ള അർത്ഥത്തിൽ വാട്ട് ഈസ് എ വേ ഔട്ട്, അതിന് അദ്ദേഹം കാണുന്ന ധാരാളം മെത്തേഡ്സ് ഉണ്ട്. ട്രോമ അവെയർനെസ്, ട്രോമ കെയർഫുൾനെസ്, ട്രോമ സെൻസിറ്റിവിറ്റി, ഇവയൊക്കെ അദ്ദേഹം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ട്രാൻസെൻഡൻസിനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ പുസ്തകത്തിൽ കാണുന്നുണ്ട്. അഥവാ സ്പിരിച്വൽ എന്നുള്ളതിനെ ഒരു മെഡിക്കൽ ഡോക്ടർ, ആൻഡ് എസ്പെഷ്യലി ഹൈ ഇൻറ്റൻസിറ്റി സയൻറ്റിഫിക് അക്കാഡമിയിൽ ജീവിക്കുന്ന ഒരു മെഡിക്കൽ ഡോക്ടർ റെക്കമെൻഡ് ചെയ്യുന്നു എന്നുള്ളതും ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകതയാണ്. എന്താണ് ഒരു റിച്വലിലൂടെ, ഒരു സ്പിരിച്വാലിറ്റിയിലൂടെ കടന്നു പോകുമ്പോൾ ഒരാൾക്കുണ്ടാകുന്ന ട്രോമ ഹീലിംഗ് എന്നുള്ളതും ഈ പുസ്തകം നമ്മുടെ മുന്നിൽ വരച്ചു കാട്ടുന്ന ഒരു ഭാഗമാണ്. എന്നെ അതിശയിപ്പിക്കുന്ന തരത്തിൽ നല്ല കോൺവെർസേഷൻസ് ഉണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചോംസ്കിയുമായി നേരിട്ട് കണ്ട സംഭാഷണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹെൽത്ത് ഹീലിംഗുമായി ബന്ധപ്പെട്ടവർക്ക് ഈ പുസ്തകം ഒരു മാർഗരേഖയാണ്. സോഷ്യൽ വർക്കിൽ ഉള്ളവർക്ക് ഈ പുസ്തകം പ്രയോജനപ്രദമാണ്. സോഷ്യൽ അനാലിസിസ് ചെയ്യുന്നവർക്ക് ഈ പുസ്തകം തീർച്ചയായും ഒരു പഠന ഗ്രന്ഥമാണ്. ദൈവശാസ്ത്ര മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, ഹീലിംഗിൻ്റെ പല തലങ്ങളെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ പുസ്തകം സഹായകമാണ്. വിമർശനാത്മകമായി പറയുമ്പോൾ പല വിഷയങ്ങൾ പെട്ടെന്ന് എഴുതിപ്പോകുന്നതിനാൽ ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന റെഫറൻസ് ഗ്രന്ഥങ്ങളോട് പരിപൂർണമായി നീതി പുലർത്താൻ സാധിച്ചിട്ടുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ കനേഡിയൻ റൈറ്ററായ ജോർഡൻ പീറ്റേഴ്സിനെ കോട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹവുമായിട്ടുള്ള കോൺവെർസേഷൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ചിലപ്പോഴെങ്കിലും നമുക്ക് തോന്നും ആ കോൺവെർസേഷൻ അല്പം കൂടെ ഡെപ്ത് ഉണ്ടാവേണ്ടതായിരുന്നു എന്ന്. ചിലപ്പോൾ ഇത്തരം വൊലുമിനസ് ആയൊരു വർക്കിൽ അത് സാധ്യമാകാത്തതുകൊണ്ടായിരിക്കാം. എങ്കിലും തീർച്ചയായും ഈ പുസ്തകം നമ്മുടെ ഹീലിങ്ങിന് ആവശ്യമാണ്. ഈ പുസ്തകം നമ്മുടെ സൊസൈറ്റിയുടെ സ്ട്രക്ചറിനെ മനസ്സിലാക്കാൻ ആവശ്യമാണ്. ദൈവശാസ്ത്രത്തെയും തത്വശാസ്ത്രത്തെയും ചികിത്സാ രീതികളെയും ചേർത്ത് വായിക്കുന്നവർക്കും തീർച്ചയായും ഉപയുക്തമാണ് ഈ ഗ്രന്ഥം. ഇത് നമ്മുടെ വായനയെ കൂടുതൽ ആഴമുള്ളതാക്കട്ടെ, നമ്മുടെ ചിന്തകളെ പരപ്പുള്ളതാക്കട്ടെ, നമ്മുടെ ദർശനങ്ങൾക്ക് പുതിയ രൂപങ്ങളും ഭാവങ്ങളും നൽകി സൗഖ്യത്തിൻ്റെ, സമാധാനത്തിൻ്റെ നദിയിലേക്ക് നമ്മെ ചേർക്കുകയും പുതിയ വായനയുടെ സന്തോഷം നമുക്ക് പകരുകയും ചെയ്യട്ടെ. നന്ദി, നമസ്കാരം.